വർഷത്തിൽ വെറും 4 മാസം മാത്രം ഓപ്പൺ ആയിട്ടുള്ള മണാലി സ്പിറ്റി വാലി വിയ കുൻസും പാസ് റൂട്ടിലോടുന്ന HRTCൻ്റെ ഓർഡിനറി ബസ്സിലെ യാത്ര ഉണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, തീർച്ചയായിട്ടും കണ്ടു കേട്ടോ. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് അഡ്വഞ്ചറസ് ബസ് ട്രിപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കുൻസും പാസിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇനി അങ്ങോട്ടേക്കുള്ള അഡ്വഞ്ചറിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പാലം കാണുന്നുണ്ട് തന്നെ മനസ്സിലാവും. വെറും പലക കൊണ്ടുള്ളൊരു പാലാട്ടോ. സൈഡിലൊക്കെ ഇരുമ്പോൾ നേരെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വെറും പലക കൊണ്ടാണ് കേട്ടോ. മണാലിയിൽ നിന്ന് സ്പിറ്റി വാലിയിലോട്ട് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. മണാലിയിൽ നിന്നും അടൽ ടണൽ ക്രോസ് ചെയ്ത് കൊക്സാർ വില്ലേജ് വന്ന് അവിടുന്ന് ബട്ടാൽ കുൻസും പാസ് കയറിയിട്ട് ലോസാറിൽ വന്നിട്ട് കാസയിലോട്ട് എത്തുന്ന ഈ ഒരു ബസ് ട്രിപ്പ്. ഹിമാചൽ പ്രദേശിലെ കുള്ളുവിൽ നിന്ന് രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബസ് 6 മണിയാവുന്നേരം മണാലി വന്ന് അവിടെ 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിക്കാണ് കാസയിലെത്തുക. കുളുവിൽ നിന്ന് കാസയിലോട്ടുള്ള 230 കിലോമീറ്റർ ഓടാൻ ഈ ബസ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 14 മണിക്കൂറാണ്. അത് ഈ റോഡിൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ടാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രയും ദൂരം കണ്ടിന്യൂസ് ഓഫ് റോഡ് ഓടുന്ന ഒരു ബസ് സർവീസ് തന്നെ വേറെ ഇല്ലയെന്ന് നമുക്ക് പറയാം. അത്രയും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡിലൂടെയാണ് ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ബസ് ഏറ്റവും ഉയരത്തിലൂടെ പാസ് ചെയ്യുന്നത് കുൻസും പാസിൻ്റെ ടോപ്പിൽ വെച്ചാണ്. 15,000 ഫീറ്റ് ഉയരത്തിലൂടെയാണ് ഈ ഒരു ബസ് ആ സമയത്ത് പാസ് ചെയ്ത് പോകുന്നത്. और खड़ी आगे आओ पहले आंदे आगे आंदे आगे आंदे आगे आंदे आगे आंदे ड्राइवरी करा क्या करा आंदे आंदे आगे आंदे आगे आंदे और आंदे आगे और आंदे वाला आंदे के अपनी साइड दबा फिर गड्डिया आगे ता कर आगे आ रखे क्या है बंदे खुद ही सीखा है ड्राइवरी के क्या करा है आगे कर दे वाला कर दे समझा इसको क्या बोल ले रहा आगे कर आगे आंदे आप दबाव ले पीछे हेड पीछे करके बैक ले पीछे देख देख देखिया कुछ करा कुदा कटेरा गड़िया पूरा करो रे तो बाग बेंच ना कुछ കുൻസും പാസ് ക്ലൈംബ് ചെയ്ത് പോകുന്ന സമയത്ത് റോഡിൽ ഒരു വാഹനത്തിന് ഒരു സമയം യൂസ് ചെയ്യാനുള്ള വീതി മാത്രമേ പല സ്ഥലങ്ങളിലുള്ളൂ. ബാക്കി ഡ്രൈവേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മാത്രമാണ് ഈ റൂട്ടിൽ ഹെവി വെഹിക്കിൾസ് കൊണ്ടുപോകുന്നത്. അത്രയും അപകടങ്ങളും അത്രയും മരണങ്ങളും സംഭവിക്കുന്നതാണ്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഓവർ ക്രൗഡഡ് ആയിട്ട് ഒരുപാട് ട്രാവലേഴ്സും കാര്യങ്ങളും വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പിറ്റി വാലി ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. ഒരു വണ്ടി വരുന്ന സമയത്ത് ഈ ബസ്സെല്ലാം റിവേഴ്സ് എടുക്കുന്നതും പോകുന്നതും ശരിക്കും ബസ്സിൽ നിന്ന് നമ്മൾ കാണുന്നേരം പേടിയാവും. കാരണം അത്രയും ഡ്രോപ്പാണ് നമ്മളെ ഒരു സൈഡിലോട്ട് ഉണ്ടാവുന്നത് കേട്ടോ.
വണ്ടി അവിടുന്ന് ലൈറ്റ് ഇട്ടൊക്കെ വരലോടി കേട്ടോ. ഇതാണ് ഈ റൂട്ടിലെ മെയിൻ പ്രോബ്ലം. यार इसको बोलो वाला पर वहां पर गड्डी पली हटा देख के नीचे गए मैं बस सग लगा के खाओ बाकी पीछे गंदे के डाल लागू दी है
കുൻസും പാസിൻ്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒരു ലോറി കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ. റോഡുമേൽ ചളി താന്നു പോയതാ. അപ്പോൾ നമ്മൾ വന്ന ബസ്സാണ് ഇപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള കല്ലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങിയതാട്ടോ അവിടെ. ഓ എൻ്റെ ബസ് ഇവിടെ ചളിയിൽ കുടുങ്ങി. അവിടെ അങ്ങനെ ഫൈനലി നമ്മൾ കുൻസും പാസിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ടോ. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തും. എല്ലാവരോടും ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പോൾ. ഒരു ബുദ്ധിസ്റ്റ് സ്തൂപകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടുത്തെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണിത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇതേപോലെ അടിപൊളി ഒരു വ്യൂ ഉള്ള സ്ഥലത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നിങ്ങൾ നോക്കി ബസ് നിൽക്കുന്ന ഒരു ഫ്രെയിം, ഒരുപാട് ഹിമാലയൻ ബൈക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ മണാലിയിൽ നിന്ന് റെന്റ് എടുത്ത് വരുന്നവരാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. കൊള്ളാം, നല്ല കാറ്റുണ്ട് ഇവിടെ. അവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം ഈ ഒരു മഞ്ഞുമലൻ്റെ സൈഡിലൂടെ ഈ ബസ് ഇങ്ങനെ വരുന്നത് കാണാൻ. HRTC ബസ്സിന് ഒരു പ്രത്യേക രസം തന്നെയാണ് ഈ റൂട്ടിലൂടെയൊക്കെ ഓഫ് റോഡ് ട്രിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത്.
നമുക്ക് വാട്ടർ ക്രോസിംഗ് തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിക്കൊണ്ടിരുന്നത്, ഓഫ് റോഡിനായി പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ ടാർ ചെയ്ത് റോഡ് കിട്ടിയത്. അത് പറഞ്ഞു പോയപ്പോൾ ചോദിച്ചു
അങ്ങനെ വൈകിട്ട് ഒരു 3:30 ആയപ്പോൾ നമ്മളിവിടെ ലൊസാർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തിട്ടോ. കോക്സാർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റേഞ്ച് കിട്ടുന്ന സ്ഥലം ഇതാണ്. ഇതുവരെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേ, പിന്നെ അതേപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. പെട്രോൾ പമ്പ് ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ. ഒരുപാട് സ്റ്റേ ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഈ ഹോം സ്റ്റേകളും അതിൻ്റെ കൂടെയുള്ള ഫുഡ് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ആണ് കേട്ടോ. ചെറിയ ചെറിയ കണ്ടില്ലേ. താഴോട്ടാണ് ഇതിൻ്റെ വില്ലേജ്. നല്ല അടിപൊളി ഭംഗിയുള്ളൊരു വില്ലേജാണിത്. നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാൻ നോക്കാം. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ധാബൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ധാബൻ്റെ ഉള്ളിൽ കുറച്ച് തണുപ്പിനൊരു ആശ്വാസമുണ്ട്. ചായ ഇതിൻ്റെ പുറത്ത് നല്ല തണുപ്പാട്ടോ. സ്പിത്തിൻ്റെ തണുപ്പ് ഇപ്പോഴാണ് അറിയൽ തുടങ്ങിയത്. നല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂടുള്ള ചായ. ഈ നേസം ചൂടുണ്ട്. കയ്യൊക്കെ തണുത്ത് മരവിച്ച് പുറത്ത് കുറേ നേരം നിന്നപ്പോൾ. ലോസർ വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസ എത്തുന്നത് വരെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ വില്ലേജുകൾ കാണാൻ പറ്റും കേട്ടോ. സ്പിത്തിൻ്റെ കൾച്ചർ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള വില്ലേജാണ് ഈ കാണുന്നതൊക്കെ. അവരെ ടിപ്പിക്കൽ അവരെ മരത്തോണ്ടുള്ള വീടുകളും മരവും മണ്ണും ഉപയോഗിച്ചിട്ടുള്ള വീടുകളും പിന്നെ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീടുകളിലൊക്കെ സ്റ്റേയും അവൈലബിൾ ആണ് കേട്ടോ. ഇവർ കൃഷി ചെയ്യുന്ന ഗ്രീൻ ഹൗസ് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് പച്ചപ്പൊക്കെ കാണൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വില്ലേജുകളൊക്കെ ചെറിയ വില്ലേജ്, 2-3 വീടുകളുള്ള വില്ലേജ് ആണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും ഇത് കാണാൻ. ഈ ഒരു വാലിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ വീടുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പുതിയ വീടുണ്ടാക്കുന്ന നേരം എല്ലാവരും ഒരേ പാറ്റേണിലാണ് വീടുണ്ടാക്കുക. സ്പിത്തി വാലിൻ്റെ റിമോട്ട് ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ മെയിൻ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഇവരെ കൃഷിയാണ്. കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസമാണ്. ടൂറിസ്റ്റേഴ്സ് വരുന്ന സമയത്ത് ഇവർ ഹോം സ്റ്റേസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതേപോലെ ടാക്സി സർവീസ്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഇവരെ മെയിൻ വരുമാനം. വർഷത്തിൽ വെറും 4 മാസം മാത്രമാണ് ഈ റോഡ്, ഈ കാസേന്ന് മണാലിയിലോട്ടുള്ള ഈ റോഡ് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ പബ്ലിക് ട്രാൻസ്പോർട്ടിന്. അല്ലാത്ത പ്രൈവറ്റ് വെഹിക്കിൾ മൂവ്മെൻറ്റ്സിന് ഏകദേശം 6 മാസത്തിൻ്റെ അടുത്ത് വിൻ്റർ എങ്ങനെയാണോ അറൈവ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ റോഡ് കണ്ടീഷൻ ഉണ്ടാവുക. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഇവർക്ക് കാസയെ പോയിട്ട് കാസേന്ന് ഷിംല വഴി മണാലിയിലോട്ട് പോകാനുള്ള ഓപ്ഷനാണുള്ളത്. സമ്മർ ടൈമിന് ഇവർ മാക്സിമം കൃഷി ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ സമ്പാദിച്ചു വെക്കും കേട്ടോ. ഇവരെ വിൻ്റർ സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക സമ്മർ സമയത്ത്. അതേപോലെ ഹിമാചൽ ഗവൺമെൻറ്റിന് ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു സമ്മർ സമയത്ത് മാത്രമേ സാധിക്കൂ കേട്ടോ. വർഷത്തിൽ 6 മാസവും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് പണി കാണാൻ പറ്റും. ഇവർ നല്ലൊരു റോഡ് കണക്ഷൻ ഈ വില്ലേജുകളിൽ നിന്ന് കാസയിലോട്ട് ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് വർഷങ്ങളായിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്ന റോഡാണ് കാണുന്നത്.
സമയം 6:30 നമ്മൾ കാസയിലെത്തിട്ടോ. കാസ HRTCൻ്റെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നമ്മൾ വന്ന ബസ്സാണ് കേട്ടോ അത്. അപ്പം ഏകദേശം 12 മണിക്കൂറും 12.5 മണിക്കൂറാണ് കേട്ടോ അടുത്തത്. രാവിലെ 6 മണിക്കാണ് നമ്മൾ അവിടുന്ന് തുടങ്ങിയത്, മണാലിയിൽ സ്റ്റാർട്ട് ചെയ്തത്. 200 കിലോമീറ്ററിൻ്റെ താഴെ മാത്രം ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം എടുത്തത് 12.5 മണിക്കൂറാണ് കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഞാനിവിടെ സ്റ്റേ കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല, ഒക്കെ നോക്കിയിട്ട് ഇനി ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്, സ്പിറ്റിൽ ചെയ്യാനുണ്ട്. ബസ്സിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ കാണിച്ചാൽ അവിടെ ഒരു ബസ്സിൻ്റെ ബോർഡ് ഉണ്ടാവും, അതിലുള്ള പല റൂട്ടിലും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ ബസ്സിൻ്റെ. ഞാൻ റൂമിലെത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇവിടെ സമയം ഒരു 8:30 ആകുമ്പോഴത്തേന് സ്പിറ്റി വാലി ഏകദേശം ഉറങ്ങിട്ടോ. കാസ ടൗൺ ഏകദേശം എല്ലാം അടിച്ച് എല്ലാവരും ഉറങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. HRTCൻ്റെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അതിന് നേരെ മുമ്പ് തന്നെ ഒരു ഹോം സ്റ്റേ ഇട്ടിട്ട്, എനിക്ക് ഹോം സ്റ്റേ എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇതാണ് ഇവിടുത്തെ റൂം. അത്യാവശ്യം കിഡിലൻ സ്പേസുള്ള ഒരു റൂം കിട്ടിയിട്ടുണ്ട്. 600 റുപ്യ കേട്ടോ ഒരു നൈറ്റിന് ഇവിടെ ചാർജ് വന്നത്. ഒരു 1000 ഒക്കെ പറഞ്ഞു, ഞാൻ 600 തരുമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് റൂം തന്നെ. അപ്പം ഇനി ഇവിടുന്ന് ഒരുപാട് ബസ് ട്രിപ്പുകൾ ചെയ്യാനുണ്ട്. ഇനി പിൻവാലി നാഷണൽ പാർക്കിലോട്ട് ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വൺ ഓഫ് ദി മോസ്റ്റ് റിമോട്ടസ്റ്റ് വില്ലേജ്, പിന്നെ അതേപോലെ വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ വില്ലേജിലോട്ടൊക്കെ ബസ് സർവീസ് ഉണ്ട് HRTCൻ്റെ. അപ്പോൾ ഇവിടുന്ന് വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജിലോട്ടും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് നാളെ അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് ഞാൻ പോയിട്ട് ചെയ്യും. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ബസ്സിൽ പോയി കഴിഞ്ഞാൽ അന്ന് ആ വില്ലേജിൽ സ്റ്റേ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യണം, എന്നിട്ട് അടുത്ത ദിവസമാണ് പിന്നെ അങ്ങോട്ട് പോവുക. അതിൻ്റെതൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അതുവരെ ബൈ ബൈ ഫ്രം കാസ.